ഞാനന്ന് സത്യേട്ടനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ. എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടായിട്ടില്ലെങ്കിലും സത്യേട്ടനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചതിൽ എനിക്കൊരു നഷ്ടബോധവും തോന്നുന്നില്ല. കാരണം എനിക്ക് നിങ്ങളുടെ മരുമോളാവേണ്ടി വന്നില്ലല്ലോ. കൊള്ളാവടി, കൊള്ളാം. നിന്റെ കണ്ടത്തില് കൊള്ളാം. അല്ല, നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ അറിയാതിരുന്നോണ്ടാണോടി നിനക്ക് വേണ്ടി എന്റെ മകൻ ഇവരെ ആലോചിച്ചത്? ആണോ സച്ചി സാറേ? അല്ല, കല്യാണത്തിന് ശേഷം എന്റെ മോനെ എന്നിൽ നിന്നും വേർപെടുത്തിക്കൊണ്ടു പോകാനായിരുന്നോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. എന്നാലും സാരമില്ല, സച്ചി സാറ് ഇങ്ങോട്ട് ചോദിച്ചു വന്നതല്ലേ. എന്റെ സത്യനെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് കരുതിയാ ഞാൻ അതിന് സമ്മതിച്ചത്. ഡി, അല്ലാതെ നിന്നെ മരുമകളായി തലയിലെടുത്ത് വെച്ച് എനിക്ക് സായു ചടയാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ലടി. പക്ഷേ മറ്റവൻ വീണ്ടും അമേരിക്കൻ മാമിയോടൊപ്പം കൂട്ടും സൂട്ടും ഇട്ട് വന്നപ്പോ നിന്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചു. അങ്ങനെയല്ലടി എന്റെ മോന് നീയും തമ്മിലുള്ള കല്യാണം മാറിപ്പോയത്. സുശീലെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ അമ്പലത്തിൽ വരുന്നവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്താനാണ് തീരുമാനം? ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ നാണം കെടുത്തതിന്റെ അത്രയും ആവില്ല സച്ചി സാറേ. ഇപ്പോഴും ഇവള് ഞാൻ കാരണം കല്യാണത്തിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. എടി മോളെ, എന്റെ സത്തിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ നിനക്ക് ഈ ജീവിതത്തിൽ വേറെ കിട്ടില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ വൈകിപ്പോയി മോളെ. അവനും അവന്റെ ഭാര്യ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുക. സത്യനൊരു കുഴപ്പവും പറ്റിയില്ലല്ലോ സുശീലേച്ചി. കുഴപ്പം ഞങ്ങൾക്കല്ലേ പറ്റിയത്. പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നേ? അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോ സൗത്രി. അതെ, സുശീല ആരെയും വെറുതെ ബുദ്ധിമുട്ടിക്കില്ല. ഇവളുണ്ടല്ലോ നിങ്ങളുടെ പുന്നാര മോള്, ഇവള് നേരം കെട്ട നേരത്തൊക്കെ സത്യനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതിന്റെ പേരിലേ സത്യനും അവന്റെ ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൂന്നാറിൽ ഹണിമൂണിന് പോയ അവര് പോയ ദിവസം രാത്രി തന്നെ ഇതിന്റെ പേരിൽ വഴക്കിട്ട് തിരിച്ചും വന്നു. എന്താടി, ശരിയല്ലേ? എനിക്കറിയില്ല. ഞാൻ വിളിച്ചതിന്റെ പേരിൽ പ്രതിഭയായിട്ട് വഴക്കുണ്ടായിന്ന് സത്യേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ആ, അവൻ പറയത്തില്ലടി. അവന്റെ കുടുംബം കലങ്ങിയാ പോലും അവൻ പറയില്ല. പക്ഷേ എന്റെ മകന്റെയും മരുമകളുടെയും കാര്യത്തില് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടും. അല്ല, നിങ്ങൾക്കിപ്പോഴും സത്യനെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടാവും സച്ചി സാറേ. പക്ഷേ അതിനുള്ള വഴി ഇതല്ല. എന്തെങ്കിലും വഴിയുണ്ടോന്ന് സുശീലോട് ചോദിക്കേ. അപ്പൊ നമുക്കിതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാം. വിഷമിക്കാതിരിക്കും.